അയാൾ ആലോചിക്കേണ്ട ഒരു കാര്യം, തന്നിൽ ജനിച്ച 2 കുട്ടികൾ അപ്പുറത്തുണ്ട്. ഈ ശ്രീജിത്തിന് 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു പാവ സ്ത്രീയുടെ പേര് എന്തിനാ അതിനകത്ത് വലിച്ചിടുന്നത്? അവർ ഈ ഹരിപ്പാട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്നൊരു വനിതയാണ്. അവരുടെ അയൽവാസിയാണ് ഈ പറയുന്ന കുട്ടി. വീടുമായിട്ട് നല്ല, ഈ കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഇയാളുമായി അടുത്തു. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു റിലേഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രായമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഇതിൽ ഓരോരുത്തരുടെ സാമൂഹിക ബോധമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. സദാചാരമല്ല വിഷയം, സാമൂഹിക ബോധം. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിനെ ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ആകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. മനുഷ്യരൊരു സാമൂഹിക ജീവിയാണ്. അങ്ങനെ ഒരു ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്തുന്ന കാരണം നമുക്ക് സാമൂഹ്യ ബോധം ഉള്ളതുകൊണ്ടാണ്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ശ്രീജിത്തിൻ്റെ സാമൂഹ്യ ബോധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്.